നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ പ്ലേസിലാണ് ഉള്ളത്, ദീപാഞ്ജലി ലാംപ് മ്യൂസിയം. ഇന്ത്യയിലെ തന്നെയുള്ള ഏക വിളക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ്. ലക്ഷ്മി ലാംപ് ഉണ്ട്, ലാംപ് ഓഫ് എംപറർ അക്ബർസ് ഇറ, പോയം ഓഫ് പേർഷ്യൻ സൂഫി. പേർഷ്യൻ മോസ്ക് ലാമ്പാണ്. എല്ലാം തൊട്ടിൽ വിളക്കുകളാണ്. തൊട്ടിലുകളിൽ കുട്ടികൾക്ക് തൂങ്ങിക്കിടക്കുന്നതായിട്ട് വെളിച്ചം നൽകുകയും ചെയ്യും. പകൽ സമയത്ത് നല്ലപോലെ പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിളങ്ങി നോക്കി കുട്ടികളെ നോക്കി കളിക്കും. തമിഴ്നാട്ടില് കരകം എന്ന് പറഞ്ഞ തലയിൽ വെച്ചുകൊണ്ട് പ്ലാസ്റ്റിക് വരുന്നത്. ഇത് ഒരു കാലത്ത് വളരെ അഭിമാനത്തോടെ ആളുകൾ കയ്യിലെന്തി നടക്കുക. ഇത് ഇംഗ്ലണ്ടത് കൊണ്ടുവന്നതാണ്. ചെറിയ മെഴുകുതിരിയോടുകൂടി പോലീസുകാരന്റെ വിക്ടോറിയൻ വിങ്സ് കണ്ടില്ലേ, വിങ്സിൽ ക്ലിപ്പ് ചെയ്യാം. അതില് ആൽക്കഹോൾ വെച്ച് കത്തിച്ചിരുന്നാണ്. പണ്ടവർക്ക് ബിവറേജസിൽ ക്യൂ നിൽക്കണ്ടായിരുന്നു. ഓയിലിന് ബദലായിട്ട് ആൽക്കഹോൾ വെച്ചിട്ട്. കാരണം യൂറോപ്പിൽ എണ്ണ വിളക്കുകൾ ഇല്ലായിരുന്നു, കാരണം ഓയിൽ ഫ്രീസ് ആവും. എണ്ണക്ക് ബദല് അതുപോലെ അനിമൽ ഫാറ്റ്, ഫിഷ് ഫാറ്റ്, മൃഗത്തിന് അതിന്റെ കൊഴുപ്പിട്ടിട്ടാണ് അത്ര കത്തിക്കുക. എണ്ണ ഫ്രീസ് ആയി പോകുന്നുണ്ട് ആ രാജ്യത്ത്. അതുകൊണ്ട് അപ്പൊ അങ്ങനെയുള്ള ഇതിന് നാറ്റം വല്ലാതെ ഉണ്ടോ, അത് ഒഴിവാക്കാൻ വേണ്ടി ആൽക്കഹോൾ ഇട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞ ചിലപ്പോ വേറെ എവിടെയും ഉണ്ടാവില്ല എന്ന് സാർ പറഞ്ഞല്ലേ. രാവണന്റെ വിളക്ക് എന്താ അതിന്റെ ഒരു അതാ 10 തല 10 തിരി. ഒരു നൂറ്റാണ്ട് മുന്നേ നമ്മളെ കേരളത്തിൽ ഏറ്റവും പ്രചാരം ഉണ്ടായിരുന്ന വിളക്കാണത്. ഇതൊരു പ്രത്യേകത പറയുന്നത് നമ്മൾ ചിരാത് വളരെ സൂക്ഷിച്ചോണ്ട് പോകണം. ഈ വിളക്ക് നിങ്ങൾക്ക് ഏത് ആംഗിളിൽ വേണം പിടിക്കാം, എണ്ണ തൂവില്ല. ഇതിന്റെ ഈ ക്ലിപ്പ് അങ്ങ് ഒഴിവാക്കി അറ്റം കൂർപ്പിച്ച് നിലത്ത് കുത്തി വെച്ചപ്പോൾ എന്തായി, കുത്തി വിളക്കായി. നമ്മൾ ഈ മറ്റേ പറയില്ലേ ഇതിലിങ്ങനെ ഉരച്ചു കഴിഞ്ഞാൽ ജീനി വരും എന്നാണ് പറഞ്ഞത്. ജീനി വരുമോ? അല്ല, ജീനി വന്നു. ജീനി കറങ്ങി ജീനി വന്നിട്ട് ജീനി അകത്താക്കാനുള്ള ഇത് അറിയുന്നില്ല. അത് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ? ജീനിനെ തുറന്നിട്ട് അതാണ് അകത്താക്ക. ജീനി നമ്മൾ പറഞ്ഞതൊക്കെ സാധിച്ചിരുന്നാണല്ലോ. ഞാൻ കുറെ വിളക്ക് പോളിഷ് അതൊക്കെ പോളിഷ് ചെയ്ത് ജീനി പോയി. ഇത് നമ്മളെല്ലാരും നമ്മുടെ വീട്ടിൽ ചിലപ്പോ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ വിളക്കുകള്. അപ്പൊ ഇതെന്താണ് ഈ സംഭവം എന്നുള്ളത് പലപ്പോഴും ആള് ചിന്തിച്ചിട്ടുണ്ട്. ഈ മയിലിന്റെ വായിൽ എന്താ പുറത്തേക്ക് വരുന്നത്? ആക്ച്വലി അതിന്റെ ഒറിജിനൽ ഡിസൈൻ എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തുള്ള ഇതാണ് ഒറിജിനൽ ഡിസൈൻ. അതായത് മയിലിന്റെ വായിൽ ഒരു പാമ്പ് വരുന്നതാണ് ശരിക്കും പറഞ്ഞത്. കൊട്ടാരത്തിലൊക്കെ ഇങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. കൊട്ടാരത്തില് കവാടത്തിൽ കയറുന്ന സമയത്ത് സാധനങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സിനിമയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ സാധനങ്ങൾ. നമ്മള് പൊതുവെ ഒളിമ്പിക്സിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല, എപ്പോഴും കയ്യിലൊരു പന്ത് ഉണ്ടാവും. അതുപോലത്തെ ഒരു സാധനം, സ്പോർട്സ് റിലേ ടോർച്ച്. ഇതിനകത്ത് പണ്ട് തിമിങ്ങല എണ്ണയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പേർഷ്യക്കാരെന്ന് പറയുന്നത്, പേർഷ്യക്കാര് ഖുറാനിൽ പറയുന്ന ഒരു ജീവിയെ അനാവശ്യമായിട്ട് കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ എണ്ണത്തട്ടിന് ഒരു മൂടി ഉണ്ടാവും. അപ്പൊ കീടങ്ങളെ എണ്ണയിൽ വീണ് ചാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ഈ തിരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിരികളിൽ പെട്ടെന്ന് ഊതിക്കഴിഞ്ഞാൽ കരി പറക്കും. ആ കരി അവരുടെ കാർപ്പറ്റിൽ വീണാൽ നാശമാവും. അതുകൊണ്ട് തിരി അണയ്ക്കാനുള്ള സംവിധാനം, തിരി നീട്ടാനുള്ള സംവിധാനം. ഈ തിരിയിൽ കരി ഉണ്ടാകുമ്പോൾ അത് വെറുതെ ചുമ്മാ വെട്ടിക്കളിയല്ല, അത് കരി വെട്ടിയെടുക്കുമ്പോൾ ആ വെട്ടിയ കരി ഒരു പിടിക്കാനൊരു പോക്കറ്റ് ഉണ്ട്, അത് ഡസ്റ്റ്പാനിലേക്ക് തട്ടിയെടുക്കാം. റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഇത് 2000 വർഷം സെക്കൻഡ് സെഞ്ചുറി. എന്താ ഇതിന്റെ ഇത് ബ്രോൺസ്. ഇതിലെവിടെയാ തിരിയിടുക എന്ന് പറഞ്ഞു. ഞാൻ സാറിനോട് പറഞ്ഞു ഇവിടെയാണെന്ന്. പണ്ട് കാലത്ത് നമ്മള് സ്വർണം വിളക്കാൻ വേണ്ടിക്കാണ്ട് സ്പിരിറ്റാ ഉപയോഗിച്ചത്. അപ്പൊ ഇത് അഴിച്ചിട്ട് സ്പിരിറ്റ് നിറയ്ക്കും. എന്നിട്ട് ആവശ്യം വരുന്ന സമയത്ത് അവർ ചെറുതായിട്ട് ആട്ടും. അപ്പൊ ഈ ബീക്കില് സ്പിരിറ്റ് നിറയും. അതിവിടെ ഹോൾസിലുള്ള ചെറുതായിട്ട് ലീക്ക് ചെയ്യും. സ്പിരിറ്റ് അവിടെ കത്തിച്ചാൽ സ്പിരിറ്റിന് പ്രത്യേക തിരി വേണ്ട. നമ്മൾ മറന്നുപോയാലും ഇത്രയും ഇതേ വേസ്റ്റുള്ളൂ. സ്പിരിറ്റ് കോസ്റ്റ്ലി അല്ല. ഇവിടെ എങ്ങനെ എൻട്രിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ സാർ? ഇപ്പൊ സാറിന്റെ വീട്ടിലാണല്ലോ ഉള്ളത്. ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ സ്പേസ് വളരെ കുറവാണ്. ഞാൻ വിളക്കുകളെല്ലാം വളരെ തിക്കായിട്ടാ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ആരെങ്കിലും ഞാൻ മരുന്നിന് പറഞ്ഞു തന്ന പോലെ പറഞ്ഞു തന്നാലേ ഇത് മനസ്സിലാക്കാൻ. അപ്പൊ ഒന്നിച്ച് കുറെ ആളുകൾ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ലാർജ് ഗ്രൂപ്പ്സിന് എടുക്കാറില്ല. ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഫോൺ നമ്പർ കാണാം. അതെ, അതിലൊന്ന് അതിലൊന്ന് വിളിച്ചിട്ട് വിളിച്ചിട്ട് വരിക. അതാണ് ഏറ്റവും ഭംഗി. ഗൂഗിളിൽ പോയിട്ട് ദീപാഞ്ജലി മ്യൂസിയം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്പർ കിട്ടും. നമ്പറിൽ വിളിച്ചാൽ പ്രസാദ് സാറിന് കിട്ടും. ഞാൻ ഉണ്ടെങ്കിൽ അതാണ് തീർച്ചയായിട്ടും. കാരണം ഇവിടെ നമ്മൾ വന്ന് കണ്ട് പോകേണ്ട ഒരു കാര്യമല്ല. ഇതിനെപ്പറ്റി നമ്മൾ ഇപ്പൊ സാറ് വന്നിരുന്ന് നമുക്ക് പറഞ്ഞു തന്നാലേ നമുക്ക് അതിന്റെ ഒരു കൗതുകം മനസ്സിലാവുള്ളൂ. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.